നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അതിമനോഹരമായിട്ടുള്ള ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസാണ് കാണിക്കുന്നത്. അത് കാണിക്കുന്നതിന് മുന്നേ ഞാൻ പറയുന്ന ഈ കാര്യം ഞാൻ കൈകൂപ്പി അപേക്ഷിക്കുക, ദയവ് ചെയ്ത് കേൾക്കണം. കേട്ടിട്ടേ ബ്ലൗസ് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ, ചുമ്മാ വീഡിയോ കാണുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്തു. ബ്ലൗസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കണം. കാരണം നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം കേൾക്കാതാണ് ആൾക്കാർ പലതും പർച്ചേസിങ്ങിന് വരുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഈ ബ്ലൗസിനെ പറ്റി ഞാൻ പറയാം. ഈ ബ്ലൗസ് ഇതിപ്പം അപ് ടു XXL സൈസ് വരെയാണ് ഉള്ളത്. അല്ലാതെ മീഡിയംകാർക്ക്, ലാർജുകാർക്ക്, XLകാർക്ക് അങ്ങനെ ഓരോരുത്തർക്കായിട്ടില്ല. ഈ ഒറ്റ ഒരു ഫ്രീ സൈസ് ഇതിനകത്തുള്ളൂ. അപ്പം മീഡിയംകാർക്കും ലാർജുകാർക്ക്, സ്മോളുകാർക്ക്, ഈവൻ സ്മോളുകാർക്ക് വരെ എടുക്കാം. സ്മോളുകാർ എടുക്കുമ്പം ഇതിന് ലൂസാണെങ്കിൽ ഇവിടെ ജസ്റ്റ് നമ്മൾ കുർത്തി ഓൾട്ടർ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇത് ഇനി XLകാർ, XXLകാരൊക്കെ ആണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇത് കറക്റ്റ് ആയിരിക്കും. കാരണം ഇത് സ്കിൻ ഫിറ്റാണ്. ഒന്നാമത്തെ കാര്യം അത്. ഈ ഭയങ്കര ഡൗട്ട്സാണ്. ഞാനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും കാരണം ഓർഡർ എടുക്കുന്ന പലരാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു XXLൻ്റെ മേളിലോട്ടുള്ളവർ കഴിവതും എടുക്കാതിരിക്കുക. XXL ആണ് സൈസ് എങ്കിലും ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ലാർജാണ് സൈസ്. എനിക്ക് പക്ഷേ XL ചിലതെടുക്കുമ്പോൾ എനിക്ക് കറക്റ്റാണ്. ബ്ലൗസിൻ്റെ കാര്യത്തിലല്ല, കുർത്തിയുടെ കാര്യത്തിൽ എനിക്ക് ചിലത് കറക്റ്റാണ്. എനിക്ക് വലുതായിട്ട് തോന്നത്തില്ല. അത് ഓരോന്നിൻ്റെ അതിൻ്റെ മേക്കിങ്ങിലുള്ള വ്യത്യാസങ്ങളാവാം. ചില ബ്രാൻഡിൻ്റെ XL എടുക്കുമ്പം XXLൻ്റെ അത്രയും സൈസ് കാണും. ചില ബ്രാൻഡിൻ്റെ XL എടുക്കുമ്പോൾ ലാർജിൻ്റെ അത്രയും സൈസ് കാണുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഉണ്ട്. XXLൻ്റെ മേളിലോട്ടുള്ളവർക്ക് അവനവനെ അറിയത്തുള്ളൂ. അവനവൻ്റെ ബോഡിയുടെ ഒരു വണ്ണം, കൈക്ക് വണ്ണം കൂടുതലുണ്ടോ, ബോഡി ഒത്തിരി വിരിഞ്ഞ ബോഡിയാണോ, ചെസ്റ്റ് അളവ് ഭയങ്കര കൂടുതലാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കണം. ഇത് പക്ഷെ ഒരു പരിധി വരെ ഇത് സ്ട്രെച്ചബിൾ ആകും. നമുക്ക് കുറച്ചുമില്ല. ഇപ്പം സ്മോളിൽ ഇതിലുള്ള ഒരാൾ എടുക്കുവാണെങ്കിൽ ഇത് കൃത്യം അയാളുടെ കൈയുടെ വണ്ണം വെച്ച് അടിക്കണ്ട. അയാളുടെ കൈയുടെ വണ്ണത്തെ കഴിഞ്ഞ് കുറച്ചും കൂടെ കയറ്റി ചെറുതാക്കി അടിച്ചോ. കാരണം അത് ഇത്രയും കൂടെ സ്ട്രെച്ച് ആവും. മനസ്സിലായില്ലേ? നിങ്ങളുടെ കൈയുടെ ഉണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഇപ്പം ഞാൻ ചുമ്മാ ഒരു ഇത് പറയുകയാണ്, 3 ഇഞ്ചാന്ന് വെച്ചോ. 3 ഇഞ്ചാണ് നിങ്ങൾ 3 ഇഞ്ച് വെച്ച് അടിക്കണ്ട. ഒരു 2.25 അടിച്ചാൽ മതി. കാരണം ബാക്കി സ്ട്രെച്ചായി വരും. അപ്പോഴേ പെർഫെക്റ്റ് ഫിറ്റായിട്ട് കിടക്കത്തുള്ളൂ. അപ്പോൾ സംശയം ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇങ്ങനെ തയ്ക്കുമ്പം ഇച്ചിരി നീണ്ട ഇതിട്ട് അടിക്കുക, നമുക്ക് അഴിച്ചെടുക്കാനുള്ള പാകത്തിന്, എന്നിട്ട് ചെയ്തെടുക്കുക. ഇത് ആർക്കും പറ്റും. പിന്നെ ഏറ്റവും ചെറിയ സൈസുകാരുടെ കാര്യത്തിലേക്ക് വരുമ്പം ചിലപ്പോൾ ഇച്ചിരി ചുരിദാറിൻ്റെ കാര്യം പറയുമ്പോൾ ഇച്ചിരി ലൂസാകും. ഷോൾഡർ ഒന്നും ഇറങ്ങി പോത്തോ കിടക്കത്തോ ഒന്നുമില്ല. കാരണം ഇത് സ്കിൻ ഫിറ്റാണ്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നുമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, ഇങ്ങനത്തെ മോഡലിലുള്ള പല സാധനങ്ങളും മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ കാഞ്ചീപുരം സാരി തന്നെ നമ്മൾ എടുക്കുക. കാഞ്ചീപുരം സാരി എടുത്തു കഴിഞ്ഞാൽ കാഞ്ചീപുരം സാരിക്ക് അയ്യോ ഇത് കാഞ്ചീപുരം സാരി പോലെ തന്നെയാണ്, മറ്റേ കാഞ്ചീപുരം സാരിക്ക് 25,000 ആണല്ലോ, ഇതിന് തന്നെ 15,000 ഉള്ളൂ എന്ന് ആരും ചോദിക്കുന്നില്ല. അതിൻ്റെ എല്ലാം കോപ്പീസ് ഇറങ്ങുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബ്ലൗസിനും കോപ്പീസ് ഇറങ്ങും. ഇതിൻ്റെ ഏറ്റവും ഹൈ ക്വാളിറ്റി ഇറങ്ങും, ലോ ക്വാളിറ്റി ഇറങ്ങും. കണ്ടാൽ ഓൺലൈനിൽ കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും. എല്ലാം ഒരു സാധനം അല്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലുലു മാളിൽ പോയി നോക്കിക്കേ, ആപ്പിളുകളുടെ ഒരു നിര തന്നെ കാണാം അല്ലേ? അപ്പോൾ പല ആപ്പിളിനും പല വിലയാണ്. പക്ഷെ കണ്ടാൽ എല്ലാം ഒരുപോലെ അല്ലേ ഇരിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളെ കാണത്തുള്ളൂ. അത് കഴിക്കുമ്പോഴാണ് അതറിയുന്നത് വ്യത്യാസമുണ്ട്. നിന്ന് പറഞ്ഞ പോലെ എല്ലാം അരിയെന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാം ആപ്പിൾ തന്നെ പറയുന്നത്. പക്ഷെ കാണുമ്പോൾ ഉള്ള സാമ്യം പോലെ അല്ല, വ്യത്യാസമുണ്ട്. മെറ്റീരിയൽ ക്വാളിറ്റിയില, സ്റ്റിച്ചിങ്ങിലെല്ലാം വ്യത്യാസമുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദേഷ്യവും സങ്കടവും കരച്ചിലും ഒക്കെ വന്നു. ഒരു സാരി കാണിച്ചിട്ട് ചുമ്മാ അടി വന്നങ്ങ് എഴുതിയേക്കാം 399 കിട്ടി എനിക്ക്. ഞാൻ ഉടുത്തു 299 കിട്ടി. അത് പ്രിന്റ് അത് തന്നെയാണ്, സാധനം അതല്ല. ഇത് മനസ്സിലാകാൻ എന്ത് ചെയ്യുക? അങ്ങനെ വിശ്വാസം ഇല്ലാത്തവർ എന്നെ എടുക്കുക, ഡയറക്റ്റ് ഏതെങ്കിലും ഷോപ്പിൽ പോയി എടുക്കുക. വിശ്വാസമുള്ള ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആൾക്കാർ നമുക്ക് കസ്റ്റമേഴ്സ്. ഞാൻ അഹങ്കാരം പറയല്ല കേട്ടോ. നമുക്കും ബുദ്ധിമുട്ടില്ലേ? നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ആർക്കും അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പം എൻ്റെ എല്ലാവരുടെയും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് മനസ്സിലാക്കിയാൽ മതി. ഇത് നോക്ക്, നല്ല സ്കാലപ്പ് വർക്ക് ചെയ്ത ബ്ലൗസാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഒരു ചെറുതായിട്ട് ഇവിടെ ഒന്ന് ചെറിയൊരു തയ്യൽ തയ്ച്ച് കൊടുക്കുക നല്ലതായിരിക്കും. ഇപ്പോൾ കറക്റ്റ് ഫിറ്റിങ്ങിലിരിക്കും. ഇത് സ്കാലപ്പ് വർക്ക് ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ സ്കാലപ്പ് വർക്ക് ചെയ്ത് ഇത്രയും എംബ്രോയ്ഡറിയും ഇത്രയും വർക്കും ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ ഒരു ബ്ലൗസ് നമ്മൾ ചെയ്യിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം എന്നാലോചിച്ച് നോക്കുക. അടിപൊളി ബ്ലൗസുകളാണ്. എനിക്ക് 12 കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ബോഡിയെ കൂടെ ഇങ്ങനെ ബുട്ടാസ് ഉണ്ട് കേട്ടോ. പല ബുട്ടാസ്, ഇവിടുത്തെ ഈ ഒരു എംബ്രോയ്ഡറിയുടെ വർക്കിൽ എംബ്രോയ്ഡറിയാണ് ഇതിലെല്ലാം പോയിരിക്കുന്നത്. എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കും. സീക്വൻസ് എന്ന് പറഞ്ഞാൽ വലിയ തിളങ്ങി എടുത്ത് നിൽക്കുന്നതല്ല. ഇത് സീക്വൻസ് എന്ന് പറഞ്ഞാൽ
ഒരു പാർട്ടി ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് സീക്വൻസ് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഭയങ്കര സൂപ്പറാട്ടോ. ഞാൻ ശരിക്കും പറയുകയാണ്, എൻ്റെ ബ്ലൗസിൻ്റെ ആരാധകരോടെല്ലാം പറയുന്നത്. അതല്ലാതെ പരീക്ഷണാർത്ഥം വാങ്ങിച്ച് നോക്കുന്നവർ നോക്കരുതെന്നല്ല പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഇല്ലാതെങ്കിൽ പിന്നെ നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് മെറൂൺ, ഇതിൻ്റെ എല്ലാം ഈ എംബ്രോയ്ഡറിക്ക് ഒരേ എംബ്രോയ്ഡറി അല്ല കേട്ടോ. ഇവിടുത്തെ കളറിനനുസരിച്ച് എംബ്രോയ്ഡറിയുടെ ഇതിൽ വ്യത്യാസം വരും. സ്കാലപ്പ് ചെയ്തിരിക്കുക, നല്ല ഭംഗിയാണ് ഇടാനായിട്ട്. പാർട്ടി ബ്ലൗസ് ആയിട്ട് ഇടുന്നത്. ഈ സ്കാലപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് ഒരു ഇച്ചിരി കയറിയ ബ്ലൗസ് ഇരിക്കുന്നത്. കാരണം ഈ സ്കാലപ്പ് മറിഞ്ഞു പോകരുത്. കൈ ഇങ്ങനെ കൈയുടെ സാധാരണ കൈയുടെ ഈ കൃത്യ എൽബോയ്ക്കുടെ സെൻറ്ററിൽ വന്ന് കിടക്കുമെങ്കിൽ അപ്പോൾ അത് പ്രശ്നമില്ല. ഇത് സ്കാലപ്പ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ സ്കാലപ്പ് കാണാൻ വേണ്ടിയിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി കയറിയ കൈ നിൽക്കുന്നത്. ബ്ലാക്ക് കണ്ടോ, ഇതിൻ്റെ വർക്കൊക്കെ എന്നാ രസമാണ്. നിങ്ങൾ നല്ല പാർട്ടി വെയർ ഒറ്റ കളർ ബ്ലാക്ക് സാരി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ലാതെ പലതിനും പറ്റും. ഒരു എന്നാ പറയുന്നത്, ഇങ്ങനത്തെ ഒരു ബ്ലൗസ് 2-3 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴേലും സാരിയൊക്കെ ഒത്തു കിട്ടുമ്പോൾ നമുക്ക് അതിനെല്ലാം മാച്ച് ചെയ്യിക്കാം. രാമ ഗ്രീൻ, ഇത് മൊത്തം ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്തിട്ട് ഇത്തേ കൂടെ ഇങ്ങനെ, ഇതെല്ലാം എംബ്രോയ്ഡറിയാണ്. ഇതിലെ കൂടെ ഇത്തേ കൂടെ ഇങ്ങനെ ചെറിയ വൈറ്റ് സീക്വൻസാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് അല്ല, വൈറ്റ് സീക്വൻസ് കൊടുത്തിരിക്കുക. പിങ്ക് കണ്ടോ, പേസ്റ്റൽ കളറുള്ള സാരികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലെയിൻ സാരീസ് എനിക്ക് രസമാണ്. ഇത് ഓരോരുത്തരുടെ ഐഡിയാസ് വെളിയിലേക്ക് വരട്ടെ. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് റെഡിമെയ്ഡ് ബ്ലൗസ്, ഇങ്ങനത്തെ പാർട്ടി വെയർ ബ്ലൗസ് മേടിച്ചിട്ട് ആൾക്കാർ പല രീതിക്ക് കാണിച്ചിട്ടൊക്കെ ഒത്തിരി പേര് ഫോട്ടോ അയച്ചു തരും. ഇത് ഞാൻ അപേക്ഷിക്കുക, ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈനിങ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കും കൂടെ ഫോട്ടോ അയച്ചു തരണം കേട്ടോ. ഞാനിവിടെ പഠിക്കട്ടെ. പർപ്പിൾ, എനിക്കാണെങ്കിൽ കുറേ സംഭവങ്ങൾ ഇത് വെച്ച് ചെയ്യാം. സാരി അങ്ങനെ ചെയ്യാം, സാരിയുടെ കൂടെ ഡിസൈൻ ചെയ്ത് വെക്കാം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ഈ പ്ലാനിങ് മാത്രമേ ഉള്ളൂ, പദ്ധതികൾ മാത്രമേ ഉള്ളൂ, നടക്കൽ കുറവാണ്. ഇതിൻ്റെ കൈക്കൊരു ഇച്ചിരി കയറിയാണ് നിൽക്കുന്നത് കേട്ടോ. പച്ചടയെ ഇച്ചിരി കയറിയ കൈ നിൽക്കുന്ന ഇത് കണ്ടോ, അതാ സ്റ്റൈലാകട്ടോ, അതൊരു സ്റ്റൈലായിട്ട് ചെയ്തിരിക്കുന്നതാ. ഇതിപ്പോൾ ഒരേ സാധനം ബ്ലൗസ് ആണെങ്കിൽ ഈ മാനുഫാക്ചർ ചെയ്ത് വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഇപ്പോൾ ബണ്ടിൽ കണക്കിന് ബ്ലൗസ് വരുന്ന ഓരോന്നും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. റെഡ് അല്ലേ, ഇങ്ങനെ ലൈറ്റും ഡാർക്കും കൂടെ, ഇതിത്തെ വരുന്ന ലൈറ്റ് ഷെയ്ഡും കൂടെ കൂട്ടി ഇത് ഡാർക്കും ആയിട്ടൊക്കെ ഇടാൻ നല്ലതാണ്. പിന്നെ ട്രഡീഷണൽ ഡ്രസ്സുകൾ ഇടാൻ നല്ലതാണ്, ഡ്രസ്സുകൾക്ക് ഇടാൻ നല്ലതാണ്. ഡ്രസ്സുകൾക്ക് ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ബോഡിയെ മുഴുവൻ കണ്ടോ, ഇങ്ങനത്തെ ബുട്ടാസ് വന്നിരിക്കുക കണ്ടോ, ഇങ്ങനത്തെ ബുട്ടാസ് വന്നിരിക്കും. ബുട്ടാന്ന് പറഞ്ഞാൽ ഇത് എംബ്രോയ്ഡറിയും സീക്വൻസും കൂടി ചേർന്നൊരു വർക്കാണ്. പ്രിൻസസ് കട്ടാണ് ഇത്. നല്ല ലെങ്ത്തും കഴുത്തിനാണേലും നല്ല നീറ്റായിട്ടാണ് കഴുത്തും കിടക്കുന്ന. ബാക്ക് നെക്കും അതെ, ഓവറായിട്ടൊന്നും വെട്ടി ഇറക്കി വന്നിട്ടില്ല. നല്ല മിനിമൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെന്ന് വെച്ചാൽ ഇത് ഫ്രീസ് ഇതായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമല്ലോ. ചിലർക്ക് ഓരോരുത്തരുടെ പേഴ്സണലൈസ് ചെയ്ത് തയ്ക്കുന്നതല്ലല്ലോ. പിങ്ക്, ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ മജന്ത. ഹായ്, നല്ല ബ്ലൂ, നല്ല ബ്ലൂ, റോയൽ ബ്ലൂ അല്ലേ, റോയൽ ബ്ലൂ അല്ലേ, അത് ടീ ബ്ലൂ ആണോ? ചില സമയത്ത് ഇങ്ങനെ കളറിനെ പറ്റി ഒരു ഓർമ്മക്കേട് വരും മനസ്സിൽ. കോഫി എന്തോ, ഇതെങ്ങനെ കൈ നിൽക്കുമെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ കൈ എല്ലാ പ്രാവശ്യവും ബ്ലൗസ് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ. അല്ല, ഇതിനപ്പുറത്തേക്ക് ബ്ലൗസ് ഇട്ട് കാണിക്കൽ നടക്കത്തില്ലല്ലോ. മൊത്തം ബ്ലൗസ് ഇട്ടിട്ട് അത് പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ച, അല്ലെങ്കിൽ വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്യത്തില്ല, വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം തിങ്കളാഴ്ച ദീപാവലിയുടെ ഹോളിഡേ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് തിങ്കളാഴ്ചയും കഴിഞ്ഞ് വെള്ളിയാഴ്ച ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അതുപോലെ ഇനി വല്ലവർക്കും എമർജൻസി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ.
അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ്. പിന്നെ അത്യാവശ്യം ആവശ്യമുള്ള ആൾക്കാർ പറഞ്ഞാൽ DTDC വഴി അയക്കാം. നമ്മൾ ബ്ലൗസ് നോർമലി പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ ഡയറക്റ്റ് വീട്ടിൽ കിട്ടും. എല്ലാവർക്കും അതാണ് താല്പര്യം. ചിലരുടെ സ്ഥലത്ത് DTDC വീട്ടിൽ കൊടുക്കത്തില്ല. അതുപോലെ സ്ഥലത്തെ ആശ്രയിച്ചിരിക്കും. ടൗൺ ഏരിയയൊക്കെ ആണെങ്കിൽ കൊടുക്കും. അപ്പം എന്നാ പറയുന്നത്, ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നുമില്ല. വാങ്ങിച്ച് നോക്കുക. കാരണം 1, 2, 3, 4 പീസ് വാങ്ങിച്ചു നോക്കുക. ഇതൊക്കെ എപ്പോഴും കിട്ടുന്നതല്ല. പഴയ ബ്ലൗസുകൾ, ചില ഭയങ്കര ഹിറ്റായ സാധനങ്ങൾ ഇപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് വാങ്ങിച്ചു, ഒരെണ്ണം വാങ്ങിച്ചു പോയി, 2 വാങ്ങിച്ചു പോയി, പിന്നീട് അത് വന്നിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും ഈ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തത് എപ്പോഴും വരാൻ നല്ല പാടാ. സ്കാലപ്പ് വർക്ക് ചെയ്തൊക്കെ എപ്പോഴും വരത്തില്ല. ഞാൻ ശരിക്കും പറയുന്നത്, ഞാൻ എന്തോ ഒരു ബ്ലൗസ് കൊണ്ട് കാണിക്കുന്ന 10,000-കണക്കിന് ബ്ലൗസ് വിറ്റിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്കതുപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ താങ്ക് യു.